എല്ലാവർക്കും നമസ്കാരം. ഹീലിംഗ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ എനർജി സംബന്ധമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ശാരീരികമായ വിഷയങ്ങളിൽ കൈകടത്തുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവർക്ക് ഒരു വെൽനസ് കൊടുക്കുന്ന ആളുകൾ, അത് ഏത് രീതിയിലുള്ള ആൾക്കാരായിക്കോട്ടെ. ഇപ്പോൾ മറ്റുള്ളവന് നന്മ ചെയ്യുന്ന എനർജി ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഏത് ഹീലേഴ്സും ചെയ്യേണ്ടതായ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സെൽഫ് പ്യൂരിഫിക്കേഷൻ, സെൽഫ് പ്രൊട്ടക്ഷൻ, ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ ഇത് ചെയ്തു തുടങ്ങിയ ശേഷം, ഈ മഹാകാളി ഹീലിംഗ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇതുപോലെ എനിക്ക് എനർജി സംബന്ധമായ ഇഷ്യൂസ് ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ക്ലിയർ ചെയ്ത് കളയാനായിട്ട് ഞാനൊരു മാർഗം കണ്ടുപിടിച്ചത് ഇതുപോലെ കടപ്പുറത്ത് പോയിരിക്കുക എന്നുള്ളൊരു മെത്തേഡാണ്. ജപങ്ങൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ചിലപ്പോൾ അത്രയും അങ്ങോട്ട് പ്രോപ്പറായിട്ട് നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തണമെന്നില്ല. പക്ഷേ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത ഞാനിതിനു മുമ്പ് പറഞ്ഞു തന്നെയാണ് വീണ്ടും പറയുന്നത്, പഞ്ചഭൂത ശുദ്ധിയാണ്. പലർക്കും അറിയാത്തൊരു കാര്യമാണ് പഞ്ചഭൂത ശുദ്ധി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നത് ഞാനൊന്ന് പറയാം. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ അത് ഉപകാരപ്പെടുത്തുകയെന്ന് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം വെള്ളത്തിലിറങ്ങി കുറേ സമയം നടക്കും വെള്ളത്തിൽ കൂടി. തിരമാലകൾ നമ്മൾ കാലിൽ കൂടി ഇങ്ങനെ അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് എലിമെൻറ്റ്സും എനർജീസും വെള്ളത്തിലേക്ക് പോയിക്കോട്ടെ എന്ന്. അപ്പോൾ വാട്ടർ ബോഡി 5 എലിമെൻറ്റ്സിലൊന്നാണ് വാട്ടർ ബോഡി. അത് ഉപ്പുവെള്ളമാണ്. അതിങ്ങനെ കാലിൽ കൂടി അടിച്ചടിച്ച് നമ്മളൊരു അരമണിക്കൂർ എങ്കിലും നമ്മൾ നടക്കും വെള്ളത്തിൽ കൂടി. അപ്പോൾ ജലശുദ്ധി അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ കരയിലോട്ട് കയറിയിട്ട് അവിടെ ആ മണ്ണിൽ അവിടെ അങ്ങോട്ട് ഇരിക്കും. ചിലപ്പോൾ അങ്ങനെ കുറച്ച് സമയം കണ്ണടച്ചിട്ട് ധ്യാനിക്കും. ആ ധ്യാനിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്ക് കാറ്റ്, ശക്തമായ കാറ്റ്, വായുശുദ്ധിയാണ് അവിടെ, കാറ്റടിച്ച് നമ്മുടെ ഓറയിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ശരിക്കും നമുക്കറിയാം നമ്മുടെ ഓറയിലൊന്ന് കാറ്റ് ശക്തമായ രീതിയിൽ അടിച്ച് കഴിയുമ്പോൾ പല എലിമെൻറ്റ്സ് നമ്മളിൽ നിന്ന് വിട്ടുപോകും. അൺവാണ്ടഡ് എനർജീസ് ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമ്മുടെ ചക്രാസിലുള്ള ശുദ്ധീകരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചക്രാസും അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് ആവും, ചുണ്ടി ഓപ്പൺ അപ്പ് ആവും. ചിലപ്പോൾ നമുക്കിങ്ങനെ കോട്ടുവായൊക്കെ വരും, ചിലപ്പോൾ ഇങ്ങനെ ഒരു നെടുവീർപ്പ് പോലെയൊക്കെ ഇങ്ങനെ വരും റിലീസാവും സമയത്ത്. അതൊക്കെ അതിൻ്റെ സൂചനകളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂര്യനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കുക. അപ്പോൾ നമ്മുടെ കണ്ണുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നിങ്ങൾ ഹീലിംഗൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ, കുറച്ച് ഡീപ്പായിട്ട് ആളുകളുടെ വിഷയങ്ങളോട്ട് കടന്നു ചെന്നിട്ട് ശരിക്കും അത് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ വിഷയമുള്ളൂ കേട്ടോ, അല്ലാത്തവരൊന്നും ഭാഗമല്ല. അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ കണ്ണുകൾക്ക് ഭയങ്കര സ്ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. പറയുമ്പോൾ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെയിൻ ആവും. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം അടിച്ചു കഴിയുമ്പോൾ, ആ കണ്ണിലേക്ക് അടിച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മഹാസംഭവമാണ്, അഗ്നിയാണ്. നമ്മുടെ കണ്ണുകളിലുള്ള ആ ഒരു ഇംബാലൻസിന് അവൻ കറക്റ്റ് ചെയ്യും. സൂര്യൻ്റെ പ്രകാശം, സൂര്യ ലൈറ്റ്, അത് നമ്മൾ തട്ടിച്ച സമയത്ത് നിൽക്കുകയല്ല, ആ വൈകുന്നേര സമയത്തുള്ള സൂര്യപ്രകാശത്തിനാണ് അതിനുള്ളൊരു ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയേക്കണം. അങ്ങനെ അപ്പോൾ അഗ്നിശുദ്ധി അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിലേക്കും ഈ സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കണ്ണിലേക്ക്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചാരി ഇങ്ങനെ കിടന്നിട്ട് ആകാശത്തിലേക്ക് നോക്കിയെടുക്കും കുറച്ച് നേരം. സ്കൈയിലേക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി കിടന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു എന്താ പറയുക, ആ സ്പേസിലേക്ക്, ശൂന്യാകാശത്തിലേക്ക് നോക്കുമ്പോൾ ആ കിട്ടുന്ന ആ ഒരു ഫീലുണ്ട്. അപ്പോൾ കുറേ സംഭവങ്ങൾ കൊണ്ടു ഇങ്ങനെയൊക്കെ റിലീസ് ചെയ്ത് ഇങ്ങനെ മേപ്പോട്ടേക്ക് പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ഭൂമിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. കാലുകൾ, ഈ എല്ലാ വിരലുകളും നമ്മളിങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കുന്നു, കാൽപാദവും ടച്ച് ചെയ്ത് വെക്കുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കുറച്ച് സമയം ഇവിടെ നിന്ന് കണ്ണടച്ചിട്ട് നമ്മൾ ധ്യാനിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ആ എനർജി ഷിഫ്റ്റ് അത് നമുക്ക് വേറെ
ഒരിടത്ത് പോയാലും എനിക്ക് അങ്ങനെ അത്രയും ഫാസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് സമയം ഇരിക്കേണ്ടി വരും. ധ്യാനിക്കാനാണെങ്കിലും അമ്പലത്തിൽ പോയിരിക്കുകയാണെങ്കിലും സമയങ്ങളെടുക്കും. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ അതൊരു വേറൊരു ഫീലാണ്. വാസ്തവത്തിൽ ഞാൻ ഈ ഭാഗ്യവാനാണ് ഒരു വിധത്തിൽ. കാരണം ഞാൻ ഈ കടലിനടുത്ത് താമസിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ 1.5 കിലോമീറ്റർ പോയാൽ കടലാണ്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും പോകാൻ പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് തിരക്കുകൾ വരുന്ന സമയങ്ങളിൽ നമ്മളത് അവഗണിക്കുന്ന ഒരു ഘട്ടം വരും. ഈ അവഗണനയാണ് പ്രശ്നം. ശുദ്ധീകരണം പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ എനർജിയുടെ അറ്റാക്കുകൾ ഇല്ലാതെ പോകാൻ പറ്റും. ഇത് എൻ്റെയും കൂടെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ നമ്മൾ കുളിക്കണ സമയത്ത് രാവിലെ എല്ലാ ദിവസവും നമ്മൾ മലയാളികൾക്ക് എല്ലാവരും കുളിക്കുന്ന ആൾക്കാരാണ്. കുളിക്കാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. പക്ഷേ 2 നേരമൊക്കെ കുളിക്കുന്ന ആൾക്കാരാണ് മിക്കവരും. പ്രത്യേകിച്ച് ഹീലേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. കുളിക്കുന്നതിനും വളരെ പ്രത്യേകതയുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കുളിക്കണമെന്നാണ് പറയണത്. പക്ഷേ എൻ്റെ ഒന്നും കാര്യത്തിൽ അതൊന്നും പ്രായോഗികമൊന്നുമല്ല. ഞാൻ അത്ര വെളുപ്പിന് എഴുന്നേക്കുന്ന ആളൊന്നുമല്ല. അങ്ങനത്തെ ശീലങ്ങളൊന്നും എനിക്കില്ല. പണ്ടേ മുതലില്ല, ഇപ്പോഴും ഇല്ല. ചിലപ്പോൾ നമുക്ക് എടുക്കണം വൈകിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ കുറച്ച് ലേറ്റായിട്ടൊക്കെ ഒരു 6 മണിക്കൊക്കെ നമ്മൾ എഴുന്നേക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും സൂര്യൻ്റെയൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും, ആ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. പലരോട് പറയാറുണ്ട് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കണം, 3:30 എഴുന്നേക്കണം എന്നൊക്കെ പലരും ഉപദേശിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അങ്ങനെയൊക്കെ സമയങ്ങളിൽ ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. പതിവായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ എൻ്റെ ജീവിത രീതി അങ്ങനെയല്ല. കുറച്ച് ലൈറ്റായിട്ടൊക്കെ കിടക്കുന്നതാണ്. പക്ഷേ രാവിലെയുള്ള കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലുകൾ ഫസ്റ്റ് നനക്കണം. കാലുകൾ നനച്ച് പയ്യെ മേലോട്ട് നനച്ച് കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് അതുപോലെ തന്നെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് നമ്മുടെ മൂലാധാരത്തിൻ്റെ അവിടെ നിന്ന് വെള്ളം വീഴ്ത്തി, ഷവറിലാണെങ്കിൽ വെള്ളം വീഴ്ത്തി മുകളിലേക്ക് തലയിലേക്ക് കൊണ്ടുവരിക, ക്രൗൺ ചക്രയിലേക്ക് കൊണ്ടുവരിക. അപ്പം അങ്ങനെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കുളിക്കണ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജപങ്ങൾ ചെയ്യാം. വേണമെങ്കിൽ ഞാൻ ജപിക്കാറുണ്ടായിരുന്നു നേരത്തേക്ക്. എന്തെങ്കിലും പഞ്ചാക്ഷരം ജപിക്കാം, നമശിവായ ജപിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രങ്ങൾ അങ്ങനെ ജപിച്ച് കുളിക്കുകയാണെങ്കിൽ അതൊരു വേറൊരു ഫീലാണ്. തലയിൽ വെള്ളം വീഴുമ്പോൾ ജപിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണ്. ഭയങ്കര ശുദ്ധീകരണ പ്രക്രിയ രാവിലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഇതേപോലുള്ള മെത്തേഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എനർജീസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ മെയിൻ്റനൻസ് ആണ് ഏറ്റവും വലിയ സാധനം. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഹീൽ ചെയ്ത്, നാളെ ഹീൽ ചെയ്ത്, മറ്റന്നാൾ ഹീൽ ചെയ്ത്, അടുത്ത ദിവസം നമ്മൾ ഡൗൺ ആയി പോകരുത്, എനർജി ലെവലിൽ ഡൗൺ ആവരുത്. അപ്പോൾ പ്രോപ്പറായൊരു മെയിൻ്റനൻസ് നമുക്ക് വേണം. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആ പൂജാരികൾക്ക് പോലും അവർക്ക് കൃത്യമായിട്ടുള്ള ജപങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഇതുപോലെ സാധകന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ജപങ്ങളുണ്ടല്ലോ, ആ ജപങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ജപങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ ധ്യാനം ചെയ്യുക. ധ്യാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ 1 മണിക്കൂർ ജപം ചെയ്യുന്നതിൻ്റെ ഗുണം ചിലപ്പോൾ 10 മിനിറ്റ് ധ്യാനം ചെയ്താൽ കിട്ടും. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. അത് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കങ്ങനെ തോന്നിയാണ്. ജപം ചെയ്യുമ്പോൾ ധ്യാനം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിലീസാവും. പല സാധനങ്ങളും റിലീസായിട്ട് നമ്മൾ വേറെ ലെവലിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഇത് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ എനർജിനെ പ്യൂരിഫിക്കേഷൻ ചെയ്ത് വെക്കുക. എപ്പോഴും ഫ്രഷായിട്ടിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.